അളിയൻ എപ്പോ അളിയൻ 2 മണിക്കൂറായി. അളിയനെന്താ അവിടെ? ഞാൻ ആ മില്ലിന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പകൽ തന്നെയല്ലേ പരിപാടി? പകലൊന്നും ഒരു പരിപാടിയില്ല, വൈകിട്ടല്ലേ പരിപാടി. അല്ലേലും ഇടിയാൻ എന്നാ പരിപാടിയാ? ഞായറാഴ്ച ആണേലും തിങ്കളാഴ്ച ആണേലും രാവിലെ വീട്ടിൽ ഇറങ്ങി ഏതെങ്കിലും കടത്തിനെ പോയെങ്കിരിക്കും. പണി കിട്ടിയാലായി ഇല്ലേലായി. വൈകുന്നേരം ക്ഷീണിച്ചിങ്ങി വരും. എന്നാലും കുറ്റം പറയില്ലേ കേട്ടോ. നന്നായിട്ട് വീട് അന്വേഷിക്കും. എത്ര ലെക്ക് ഇട്ടാണേലും വൈകുന്നേരം വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിങ്ങി വരും. അയ്യോ, എന്റെ കൂട്ടുകാരനെ പരിചയപ്പെട്ടോ? മണി പട്ടാളത്തില്. അയ്യോ, കോട്ടയൊക്കെ കിട്ടുകയല്ലേ? അതെ, ആ കോട്ടായ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കൊടുക്കും. ഞങ്ങൾക്ക് അതൊക്കെയാ താല്പര്യം. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. താനൊക്കെ വന്നു തീർന്നോ? കഷ്ടം. അല്ലേലും ചെലവന്മാർ പഠിക്കും മദ്യമൊന്നുണ്ട്, പ്രാന്ത. ഞങ്ങൾ രാവിലെ വന്ന് കേറിയപ്പോ തുടങ്ങിയതാ ഇവിടെ ഈ സൽക്കാരം. രാവിലെ കഴിച്ച ഇടിയപ്പം താറാവ് ഇതുവരെ ദഹിച്ചില്ല കേട്ടാ. നമ്മുടെ പൂവന്താറാവിനെ ഞാനങ്ങ് തട്ടി. ആ അണ്ണന്റെ താറാവ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ മേലെ. അമ്മണി, ഞായറാഴ്ച നമുക്ക് നമ്മുടെ പൂവന്താറാവിനെ കൊല്ലാടി. ത്രേസ്യാമ്മ 150 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാതെ നിർത്തിയേക്കുക. നിങ്ങൾക്കറിയാമോ, എനിക്കെന്റെ ബിജുമോനെ പോരാ ആ താറാവ്. അങ്ങനെ ബിജുമോൻ കറിയായി. എന്റെ പൊന്നളിയെ അളിയനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇവള് സമ്മതിക്കണ്ടേ? അവളിത് മീനും കോഴി ഇറച്ചിയൊക്കെ വെച്ചിരിക്കുക. ഊണ് കഴിക്കാതെ വിടുക. മീനും കോഴി ഇറച്ചിയോ? ഇന്നണ്ണ ഒരു കഷ്ണം കൂടെ കഴിക്കേ. കഴിക്കലേ? കഴിക്ക്. അളിയന്റെ കൂട്ടുകാരൻ കഴിക്ക്. പട്ടാളത്തിലല്ലേ? കഴിച്ചു. ഇനി കയ്യിലിരുന്ന കാശ് കഴിഞ്ഞോ? നിങ്ങൾ ഏതാണ്ട് ഇവിടെ തന്നേപ്പിച്ചിരുന്നു. ആ ഷിബുവിനോട് കടം പറഞ്ഞ കോഴിയെ വാങ്ങിപ്പിച്ചത്. അപ്പൊ കാശോ? നിങ്ങൾ നാളെ തരുമെന്ന് പറഞ്ഞു. കൊടുത്തേക്കണേ. ചിട്ടി കളയാൻ വേണ്ടി തനിക്ക് പൈസ വേണം, റേഷൻ മേടിക്കാൻ തനിക്ക് പൈസ വേണം. എല്ലാം കൂടി ഇപ്പൊ എത്ര രൂപയാന്ന്? 2600. തന്റെ കുടുംബം നോക്കാൻ വേണ്ടി ഞാൻ ഗൾഫിൽ പോണോടോ. എന്റെ കയ്യിൽ പണം കഴിക്കുന്ന മരമുണ്ടോ? ഇനി തനിക്ക് അവധിയില്ല. നാണമില്ലാത്തവൻ. തനിക്ക് പോയി ചാകാൻ മേലേടൂ. കഴിക്കളിയാ? കഴിക്ക്. അളിയന്റെ കൂട്ടുകാരൻ കഴിക്ക്. വാരി വാരി കഴിക്കേ. അല്ലയോ പണി എങ്ങനെയുണ്ട്? ഓ, എന്നാ പണി? എങ്ങനെയാലും ഒരാഴ്ച പണം എന്തെങ്കിലും ഇച്ചിരി മിച്ചം പിടിക്കാനേ. അവധി ദിവസം നോക്കി ഏതെങ്കിലും വയ്യാവേലി വലിഞ്ഞു കയറി വരും. നിങ്ങൾ എന്നെ വർത്തമാനമായി പറയുന്നേ? ഞാൻ അളിയന്റെ കാര്യമാണ് പറഞ്ഞത്, എന്റെ കൂട്ടുകാരുടെ കാര്യമല്ലേ പറഞ്ഞത്. അതുള്ളതാ. അളിയന്റെ കൂട്ടുകാരൻ കഴിക്കും കേട്ടോ. കഴിച്ചു. അളിയ, അളിയന്റെ ഈ പുന്നാര പെങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വിരുന്നക്കാർ വന്നാ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് അലുവയും കേക്കും മേടിക്കും. അറിയാവോ? ഈ വീട്ടിലെ കോഴിയും താറാവും ഒക്കെ എങ്ങനെ തീർന്നെന്ന് അളിയന്റെ വിചാരം. ഇതുപോലെ ഓരോരുത്തന്മാര് നാണമില്ലാതെ നിന്നിട്ട് പോകുന്ന അളിയനെന്താ നിർത്തിയത്? അളിയൻ കഴിക്കേ. കൂട്ടുകാരൻ കഴിച്ചു. കഴിക്കുന്നു. അണ്ണൻ എന്തിനാ വന്നത്? നിങ്ങൾ തിരക്കില്ലല്ലോ. 2-ാം തീയതി അണ്ണന്റെ വീടിന്റെ പാലുകാച്ച വിളിക്കാൻ വന്നതാ. ആഹാ, നീ ഇതെന്നാ നോക്കിക്ക. കറി അങ്ങോട്ട് വിളമ്പി കൊടുക്കാം. എന്നാ ഓ, കഷ്ടപ്പെട്ട് ഞാൻ ആ പണി അങ്ങ് തീർത്തളിയാ. കടം കുറച്ചുണ്ടെങ്കിലും അടച്ചുറപ്പുള്ളൊരു വീടായി. അളിയാ, പറയുന്നുണ്ടെന്നും തോന്നുന്നത്. ചുമ്മാ കറങ്ങി നടക്കാതെ ഈ വീടിന്റെ പണിയൊന്നും തുടങ്ങി നോക്കി. പിള്ളേര് വളർന്നു വരുമല്ലേ, അവസാനം അതുങ്ങൾ നമ്മളെ പഴിക്കരുതേ. എന്റെ പൊന്നളിയ, ഈ അമ്മയുടെ സൽക്കാരപ്രാന്തം നിർത്തരാമോ? 6 മാസത്തിനകം ഞാനിതൊരു മണിമാളിയാക്കി തരാം. ഇപ്പൊ എനിക്കായി കുറ്റം. നിങ്ങൾ കുടിക്കുന്ന കാശേ കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ദിവസം അമ്പലത്തിൽ അന്നദാനം നടത്തിയാലും. നിന്റെ ഈ അന്നദാനം ഓർത്ത് വിഷമിച്ചാടി ഞാൻ ഈ കുടിക്കുന്നത്. ശിവൻകുട്ടി പറയുന്നതിലും കാര്യമുണ്ട് പെണ്ണെ. കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളാ ചെലവ് നിയന്ത്രിക്കേണ്ടത്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ല, പക്ഷെ അതൊന്ന് ചെയ്ത് കാണിക്കാനാ പാട്. അതങ്ങനെ സൽക്കരിക്കാൻ ഇവളും തിന്നോണ്ട് പോകാൻ കുറെ നാണമില്ലാത്തവന്മാരും. കുട്ടികൾ കഴിക്ക്, വാരി വാരി കഴിക്ക്.
അത് ഈ 2-ാം തീയതി എന്ന് പറഞ്ഞാൽ എന്നാഴ്ച ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച. ഇങ്ങനെ പരിപാടി വിപുലമായിട്ടാണ്. ഉദയത്തിന് മുമ്പ് പാല് കാച്ചി. അന്ന് വരുന്നവർക്കൊക്കെ ഒരു ഗ്ലാസ് ചായ 2 ബിസ്ക്കറ്റും കൈ കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാവരും കൂടെ കുറച്ച് ഉപ്പ ഉണ്ടാക്കും. അതുകൊണ്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ ഉപ്പാവ് തൊണ്ടയിൽ ഇറങ്ങി പോകാനട്ടെ പഴം നമ്മൾ കൊണ്ടുവരണം. വേണ്ട, അത് ഞങ്ങളവിടെ വീട്ടിൽ മേടിക്കും. പക്ഷെ അളിയന്റെ പഴയ ഒരു വാക്ക് കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ ആ കൂട്ടുകാരന് വീണ പിന്നെ പഴയതുപോലെ ഓർമ്മയൊന്നുമില്ലേ? എന്നാലും ഇല്ലല്ലേ? അത് കൊള്ളാം. അണ്ണൻ വീട് വെക്കുന്ന കാലത്ത് ഒരു തടിയലമാരെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അതിശയിക്കണ്ട, എനിക്ക് നല്ല ഓർമ്മശക്തിയാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഫോട്ടോ വേണ്ടേ? നാത്തനോട് തിരക്കിന്ന് പറയണേ. നമുക്കേ തലേന്ന് രാത്രി തന്നെ അങ്ങ് പോവാം. ഓമനനാഥന്റെ പൊങ്ങച്ചം കുറച്ച് കേൾക്കേണ്ടി വരുമായിരിക്കും. എന്നാലും സാരമില്ല, പുതിയൊരു സാരി ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനും മോക്ക് പുതിയ ഉടുപ്പ് വാങ്ങിക്കണം. നിങ്ങൾക്ക് ആ ഓണത്തിന് വാങ്ങിച്ചത് തന്നെ മതി. പിന്നെ ആ തോമാച്ചാന്റെ മില്ലിലെ പുതിയൊരു അലമാരയ്ക്ക് പറയണേ തേക്ക് തന്നെ മതി, നമ്മൾ ഒട്ടും കുറയ്ക്കണ്ട. മണി, പാല് കാച്ചിന് നീയും പിള്ളേരും പോണം. അളിയൻ തരുന്ന ഉപ്പാവ് വയറ് നിറച്ച് തിന്നോണം. സമ്മാനവും കൊടുക്കണം. തേക്കിന്റെ തന്നെ ആയിക്കോട്ടെ വല്ലമാര്. ഇത് ഈ പറമ്പിന്റെ പട്ടയാണ്. വൃക്ക നീ ചോദിക്കരുത്. എന്റെ മോടെ കല്യാണത്തിന് വേണ്ടി നിർത്തിയേക്കുക. ആഹാ, അപ്പൊ എല്ലാത്തിനും ഓരോ വഴിയും കണ്ടേച്ച് നിൽക്കുവന്നോ കൊച്ചുകൊള്ളാം. അപ്പൊ പാലുകാച്ചിന് നിങ്ങൾ വരുന്നില്ലയോ? ഇല്ല. വീട്ടുകാരെ വെക്കുമ്പോ അപ്പൊ ഞാനെന്തോ പറയും? തലക്ക് തന്നെ തല തല്ലി ചത്തെന്ന് പറഞ്ഞേക്കണേ.